വ്യൂ എങ്ങനെ ഫോണിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ. എല്ലാവരും പറയാറുണ്ട് ഈ ചാർട്ടുകൾ ഏഞ്ചൽ വണ്ണിൽ കിട്ടുന്നുണ്ടല്ലോ, സെറോദിൽ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സാധാരണ എല്ലാ ട്രേഡേഴ്സും ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ചാർട്ട് നോക്കുകയും ട്രേഡ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ ചാർട്ട് നമുക്ക് വേറെ ഇതിലൊരു അനാലിസിസ് ചെയ്ത് ഇപ്പുറത്തെ വിൻഡോയിൽ, അപ്പോൾ 2 വിൻഡോ മറ്റേ ടൈം നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ട്രേഡിംഗ് വ്യൂ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാനും ട്രേഡിംഗ് വ്യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഡിമാറ്റ് അക്കൗണ്ടിൽ ചാർട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, എങ്കിലും ട്രേഡിംഗ് വ്യൂ ആണ് ബെറ്റർ ഓപ്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഓൾറെഡി സിസ്റ്റത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഫോണിലാണ്. ഫോണിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഫോണിൽ എങ്ങനെ നമുക്ക് ട്രേഡിംഗ് വ്യൂ എടുക്കാം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പ് സ്റ്റോർ എടുക്കുക. അതായത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ആപ്പും ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, എന്ത് ട്രേഡിംഗ് വ്യൂ എന്ന് കണ്ട് ട്രേഡിംഗ് വ്യൂ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്കിവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിതിവിടെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ലാപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡിയോ യൂസ് ചെയ്തിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്ത്. തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം വരുന്നത് ഈ വാച്ച് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ പോലത്തെ വാച്ച് ലിസ്റ്റ്, അതായത് ഞാൻ ആഡ് ചെയ്ത സ്റ്റോക്ക് പോലത്തെ വാച്ച് ലിസ്റ്റ് ആയിരിക്കില്ല. എന്തെങ്കിലും ഡീഫാൾട്ടായിട്ട്, അതായത് മേ ബി ഗ്ലോബൽ ആയിട്ടുള്ള ഇൻഡെക്സുകളുടെ ഒക്കെ വാച്ച് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത വാച്ച് ലിസ്റ്റുകൾ എന്ത് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ എൻ്റെ എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. ഞാനിവിടെ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാം തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. പ്രത്യേകിച്ച് ഗ്ലോബലൊക്കെ ഇപ്പോൾ കറൻറ്റ്ലി ബിഗിനർ ലെവൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിവിടെ ഒരു വാച്ച് ലിസ്റ്റിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കണമെങ്കിൽ വാച്ച് ലിസ്റ്റ് കണ്ടോ, ഇവിടെ വാച്ച് ലിസ്റ്റ് അവൈലബിൾ ആണ്. ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, ഇതിലേക്ക് ഞാനിവിടെ HDFC ബാങ്കിൻ്റെ ചാർട്ട് അനാലിസിസ് ചെയ്യണമെന്നാണ് ഫോണിൽ. അപ്പോൾ ഞാനിവിടെ HDFC ബാങ്ക് എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ HDFCയുടെ എംബ്ലുള്ള NSEയിലുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ നമുക്കിവിടെ വാച്ച് ലിസ്റ്റിൽ ലാസ്റ്റ് HDFC ബാങ്ക് ആഡായി വന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ HDFC ബാങ്ക് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ കാരണം 1951 ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 1.25% ഇന്ന് അപ്പാണ്. ഞാനൊരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. HDFC ബാങ്ക് ഒരു ഡിപ്പിലാണ്, ഇത് മുകളിലോട്ട് പോകുമോ അത് താഴത്തേക്ക് വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ HDFC ബാങ്ക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഇങ്ങനെയാണ് ഇതിൽ ചാർട്ട് കാണുന്നതെന്ന്. ഇങ്ങനെയല്ല, നിങ്ങളിവിടെ ഒരു സ്ക്വയർ ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഒരു 4 ചെറിയ ഒരു സ്ക്വയർ ബട്ടൺ, 4 ഇതുള്ള ഒരു സ്ക്വയർ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ HDFC ബാങ്കിൻ്റെ ചാർട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മൂവ് ചെയ്യുന്ന ഇത് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ഈ ഒരു വിൻഡോയിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണണമെന്നില്ല. അപ്പോൾ അതവിടെ കിടക്കട്ടെ. എങ്ങനെയാണ് അത് അങ്ങനെ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കണ്ടോ HDFC ബാങ്ക് ലിമിറ്റഡിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിതിൻ്റെ പ്രൈസ് കാണാൻ പറ്റും. ആൻഡ് താഴെ നമുക്ക് ഡേറ്റും ടൈമും കാണാം. പക്ഷേ അത് സിസ്റ്റത്തിലെ പോലെ മൗസ് മൂവ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഏതെങ്കിലും ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഒന്നുകൂടി സെലക്ട് ചെയ്താലാണ് നമുക്ക് ആ ടൂൾ സെലക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ക്യാൻഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ Tuesday 22 April 25 ഉള്ള ചാർട്ടാണ്, അല്ലെങ്കിൽ ഉള്ള ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയൊരു ഇൻവെർട്ടർ ഹാമറാണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലെങ്ങനെ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങളിവിടെ നോക്കിക്കത് 1 day എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഞാനിവിടെ ഡെയിലി ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ 1 day, 3 minute, 5 minute, 15 minute ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റാർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫേവറേറ്റ്സിൽ കാണും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ 2 minutes ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടു ഫേവറേറ്റ്സ് കണ്ടോ. അപ്പോൾ 2 minutes ഫേവറേറ്റ്സിലേക്ക് വന്നു. ഇനി ഞാൻ അവിടെ അൺക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം ഫേവറേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ആവും. അപ്പോൾ ഇവിടെ 3 minute ആണ് നമ്മളെപ്പോഴും ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 day നിന്ന് 3 minute എടുക്കുമ്പോൾ ചാർട്ട് ഇങ്ങനെയായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സൂം ചെയ്യുക, കണ്ട് സൂം ഔട്ട് ചെയ്യുക, അത് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ചാർട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ടൈം ഫ്രെയിം ഇവിടെ ചേഞ്ച് ആക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു പെൻസിൽ ആൻഡ് ഡ്രോയുടെ പടമുണ്ട്. അപ്പോൾ ആ
ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇവിടെ വരയ്ക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതായത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ കിട്ടി. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയർ കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ മൂവ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. വീണ്ടും വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ഓൾറെഡി ഫേവറേറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്ത് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫേവറേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഡ്രോയിൽ പോയിട്ട് ഇവിടെ ഞാൻ എൻ്റെ ഫേവറേറ്റ്സ് അല്ല, അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഫേവറേറ്റ്സ് കൊടുക്കുമ്പോൾ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ടൂൾസ് എല്ലാം ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യുന്നൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ വന്ന് കിടക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് മൂവ് ചെയ്യാം, അതിൻ്റെ ലൈനിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട് കണ്ടോ, അതിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഓൾറെഡി വരും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ EMA ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ EMA ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ EMA വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് 50 ഡേ EMA ആയിട്ട് മാറ്റണമെങ്കിൽ ലെങ്ത് എന്ത് ചെയ്ത് കൊടുക്കുക, 50 ആക്കി കൊടുക്കുക. അപ്പോൾ മൂവിങ് ആവറേജ് ഇതിൽ ആഡ് ഓൺ ആയി വരും എന്നുള്ളതാണ്. ഞാനിത് ഡെയിലി ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ 50 ഡേ മൂവിങ് ആവറേജ് ഇട്ട് കഴിയുമ്പോൾ ഡെയിലി ആക്കി കൊടുക്കുക. HDFC ബാങ്ക് 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് കണ്ട് കറക്റ്റായിട്ട് 50 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കാം. നല്ലൊരു റിക്കവറി താഴെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ HDFCയിൽ കുറച്ചുകൂടി ഹൈക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വെരി ഹൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അലേർട്ട്സ് വയ്ക്കാം. അതുപോലെ ചാർട്ട് ടൈപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ ചാർട്ട് ടൈപ്പ് വേണമെങ്കിൽ ക്യാൻഡിൽസ് മാറ്റി ലൈൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഫേവറേറ്റ്സ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫോണിൽ HDFC ബാങ്കിൻ്റെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് ടൈപ്പ് ഫസ്റ്റ് തന്നെ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് ലൈൻ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. കണ്ടോ, ലൈൻ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് ലൈൻ ചാർട്ടാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരയ്ക്കുക, ആദ്യം തന്നെ ഇയർലി ചാർട്ട്. അതിന് വേണ്ടിയിട്ട് ടൈം ഫ്രെയിം എന്താക്കി മാറ്റണം, 12 മന്ത് ചാർട്ടായിട്ട് മാറ്റണം. കണ്ടോ, 12 മന്ത് ചാർട്ടായിട്ട് മാറ്റി ഞാൻ ഇത് ഡ്രാഗ് ചെയ്ത് എൻ്റെ ഒരു പാകത്തിന് കൊണ്ടുവരാണ്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് HDFC ബാങ്ക് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ചെറിയൊരു ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നിന്ന സാധനം ഇതിങ്ങനെ നേരെയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, 1958 2000ലേക്കുള്ള റാലിയാണ്. നമ്മൾ 1400 മുതൽ പറയുന്നതാണ്. എന്നിരുന്നാലും അതൊക്കെ അവിടെ നിന്ന് കിട്ടും. ചിലപ്പോൾ ബിഗിനേഴ്സാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ അതൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക, എല്ലാം പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇത് HDFC ബാങ്കിൻ്റെ 12 മന്ത് ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഏറ്റവും ലോയിൽ പോയിരിക്കുന്നത് വളരെ ചെറിയ പ്രൈസിൽ ഇത് വന്നതാണ്. ഏകദേശം 9 രൂപ ഉണ്ടായിരുന്നതാണ് 2002 ലിസ്റ്റ് ചെയ്തതാണ്. വന്ന് 2025 9 രൂപയിൽ നിന്ന് 2000 ഹിറ്റ് ചെയ്യാനായിട്ട് പോകണതാണ്. വളരെ ചെറിയ പ്രൈസിന് ആണ് 2002 ലിസ്റ്റ് ചെയ്തത്. അതിന് ശേഷം നല്ലൊരു റാലി HDFC ബാങ്കിലുണ്ട്. കൊറോണ ഡിപ്പോൾ HDFC ബാങ്കിന് അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന റെസിസ്റ്റൻസ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്തു. ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ഒരെണ്ണം വന്നത് കണ്ടോ. ഇനി മഞ്ഞ കളർ നമുക്ക് എല്ലാത്തിനും നമ്മൾ ഈ ഇയർലി വരയ്ക്കുമ്പോൾ എപ്പോഴും ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്, നല്ലൊരു ഗ്രീൻ കളർ, കാരണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇതിനി ഡ്രാഗ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഗ്രീൻ കളർ കൊടുത്തു. പിന്നെ ഏറ്റവും ഇനി പറയത്തക്ക സപ്പോർട്ടുകളൊന്നും ഇയർലിയിൽ വന്നിട്ടില്ല അല്ലേ. റോക്കറ്റ് വിട്ട പോലെ ഒരു മൂവാണ്. പിന്നെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാര്യമാക്കാനില്ല. അപ്പോൾ പറയത്തക്ക സപ്പോർട്ട് ലെവലൊന്നും എന്തിലില്ല, ഇയർലി ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇന്ന് ട്രേഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇയർലിയിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇയർലി മാറ്റിയിട്ട് മന്ത്ലി ഇട്ട് കൊടുക്കും. മന്ത്ലി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഡിപ്പുകൾ കാണാനായിട്ട് പറ്റും. മന്ത്ലി വന്നിരിക്കുന്ന ഈ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് 2020 വന്ന ഡിപ്പാണ്. ഏതാണ്, കൊറോണ ഡിപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പുണ്ട്. 2022 ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2024 ഡിപ്പ്, പിന്നെ 25 അതൊക്കെ വലിയ ഡിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ അവിടെ ഒരു ലൈൻ വരയ്ക്കും. കാരണം സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ല നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സോണാണ്, അല്ലാതെ ആ ഒരു കറക്റ്റ് പോയിന്റ്, കറക്റ്റ് പ്രൈസ് 850 അല്ലെങ്കിൽ 846 എന്ന് പറഞ്ഞാൽ 850 846 ആ ഒരു ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. വീണ്ടും ഒരു ലൈൻ എടുത്തു, ഇവിടെ വരച്ചു. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, വീണ്ടും ഒരെണ്ണം വരച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ കളറ് നമുക്ക് റെഡ് കളറാക്കി കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മുടെ ഇയർലി ഏതാ വീക്ക്ലി ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല, മന്ത്ലി ഏതാന്ന് മനസ്സിലാവില്ല. മന്ത്ലിക്കൊക്കെ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഈ ഒരു ലെവൽ. അപ്പോൾ സപ്പോർട്ടുകൾ വരച്ചു. റെസിസ്റ്റൻസ് നോക്കുമ്പോൾ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്, അപ്പോൾ ആ ലെവലും വരച്ചു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ HDFC ബാങ്ക് നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ മന്ത്ലിയിൽ നമ്മൾ ഇത്രയും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ 2 ലെവൽ ഏകദേശം സെയിം ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം മതി, ഈ ഒരു ലെവലിൽ ഒരെണ്ണം മതി. കാരണം 2 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ കറക്റ്റായിട്ട് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ടൂള് സെലക്റ്റഡ് ആവില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്, ഫോൺ യൂസ് ചെയ്യുമ്പോൾ വലിയ സ്ക്രീൻ അല്ലാത്തതുകൊണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതെ, നമ്മളിവിടെ മന്ത്ലിയിൽ വരച്ചു. ഇനി നമുക്കിത് എന്താക്കണം, വീക്ക്ലി ആക്കണം. വീക്ക്ലിയിലും വരയ്ക്കാം. നിങ്ങൾ നോക്കിക്കേ, മന്ത്ലിയിൽ ഞാൻ വരച്ചു. എനിക്ക് വീക്ക്ലിയിൽ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ വരയ്ക്കാനില്ല. കാരണം എന്താ, മന്ത്ലിയിലും വീക്ക്ലിയിലും ഒക്കെ ഉള്ള സപ്പോർട്ടുകൾ ഏകദേശം സെയിം തന്നെയാണ്, കണ്ടോ. വീക്ക്ലിയിൽ ഒന്നും തന്നെ നമുക്ക് വരയ്ക്കാനില്ല. ഇവിടെ ഒരു ഹൈ മാത്രമേ ഉള്ളൂ, അത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് വരയ്ക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുക, ഡെയിലിയിൽ വരയ്ക്കാം. ഡെയിലിയിൽ നിങ്ങൾ നോക്കിക്കേ, ആ സെയിം സപ്പോർട്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് മേജറായിട്ട് വന്നിരിക്കുന്നത്. ഈ സപ്പോർട്ടർ റെസിസ്റ്റൻസിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്, കണ്ടോ. മന്ത്ലിയിലും വീക്ക്ലിയിലും ഡെയിലിയിലും സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഏകദേശം സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ എനിക്ക് വരയ്ക്കാനില്ല. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ലാർജ് ക്യാപ് ഫണ്ടുകളിൽ പ്രോപ്പറായിട്ട് ഇയർലി, മന്ത്ലി, വീക്ക്ലി സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ കിട്ടും. ആസ് എ സ്വിംഗ് ട്രേഡർ വളരെ റെയർ ആയിട്ടൊക്കെയാണ് വേറെ സ്ഥലത്തൊക്കെ സപ്പോർട്ട് എടുത്ത് പോയിട്ടുള്ളത്. ഈ ഒരു ലെവലൊക്കെ, അതും ആ ഒരു ലെവലിൻ്റെ താഴെ തന്നെ ഉണ്ട്. അതിന് മുന്നേ സപ്പോർട്ട് എടുത്തു. അപ്പോൾ ചിലപ്പോൾ റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രോപ്പറായിട്ട് സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ ഷോർട്ട് ടൈം ട്രേഡിങ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, മന്ത്ലിയിലും വീക്ക്ലിയിലും ഡെയിലിയിലും ഏകദേശം സെയിം സപ്പോർട്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് വർക്കായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ലാർജ് ക്യാപ് ഫണ്ട്, ഞാൻ എടുത്ത് പറയാൻ, ലാർജ് ക്യാപ് ഫണ്ടുകളിൽ വേണം ഇങ്ങനെയുള്ള സപ്പോർട്ടർ റെസിസ്റ്റൻസുകൾ പ്രോപ്പറായിട്ട് വരച്ച് ട്രേഡ് ചെയ്യാനായിട്ട്. ഷോർട്ട് ടൈം ട്രേഡ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും ഡെയിലി വരയ്ക്കുക, 15 മിനിറ്റ് വരയ്ക്കുക, അതുപോലെ തന്നെ 3 മിനിറ്റ് വരയ്ക്കുക. അതാണ് ഏറ്റവും കുറഞ്ഞ ടൈം ഫ്രെയിം. 50 മിനിറ്റിലും 3 മിനിറ്റിലും സെയിം സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സ് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇൻട്രാഡേയിലേക്ക് പോകുന്നില്ല. നമുക്ക് ബിഗിനേഴ്സ് ചിലപ്പോൾ ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, ഷോർട്ട് ടൈം ആയിരിക്കും. അപ്പോൾ ഈ ഇൻട്രാഡേയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടർ റെസിസ്റ്റൻസുകൾ കിട്ടും. പക്ഷേ ഏറ്റവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് 1 അവർ, ഡെയിലി 1 അവർ, 50 മിനിറ്റ്, 3 മിനിറ്റ്. പിന്നെ 1 അവറിലൊക്കെ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. 3 മിനിറ്റ് ആണ് ഇപ്പോഴും നല്ല ടൈം ഫ്രെയിം. അപ്പോൾ ഈ 3 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 1 അവറിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള സപ്പോർട്ടർ റെസിസ്റ്റൻസുകളാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ടൈം ഫ്രെയിം മാറ്റാം, ക്യാൻഡിൽസ്, ലൈൻ ചാർട്ടൊക്കെ ആയിട്ട് മാറ്റാം, ഇൻഡിക്കേറ്റേഴ്സ് ഇടാം, അതുപോലെ തന്നെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരയ്ക്കാം. അതുപോലെ തന്നെ ഇതിൽ എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ട്രെൻഡ് ലൈൻസ് ഇതിൽ അവൈലബിൾ ആണ്, കണ്ടോ. ട്രെൻഡ് ലൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. ഇതൊക്കെ മാറ്റുന്നെങ്കിൽ നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെക്കാം. കണ്ടോ, ഞാനിവിടെ ഡിമാറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ പോയി ബൈ ചെയ്യാം. അപ്പോൾ 2 ഒരെണ്ണത്തിൽ എടുക്കാത്തത് തന്നെയാണ് എപ്പോഴും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഫോണിൽ യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഡൗട്ടൊന്നുമില്ലല്ലോ. വളരെ ബിഗിനർ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ബേസിക് ലെവലിലുള്ള വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരേക്കും. ബൈ.